മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ അൻസാർ എസ് രാജ് സ്പോർട്സ് ലേഖകൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അൻസാർ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ അത്രത്തോളം വേദന നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ ഒരു ഫൈനൽ മത്സരത്തിൽ ആ ഒരു ഗോൾഡൻ പ്രതീക്ഷയിലേക്ക് വിനേഷിന് എത്താൻ കഴിഞ്ഞില്ല, നിർഭാഗ്യം അവരെ ചതിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. പക്ഷേ ഈ ഒരു വിരമിക്കൽ പ്രഖ്യാപനം അത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. വൈകാരികമായി പോയ ഒരു തീരുമാനമാണ് എന്ന് പലരും വിമർശിക്കുക കൂടി ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ഇതൊരു വൈകാരികമായിട്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. പക്ഷെ അതൊരു നേരത്തെ ആയിപ്പോയി എന്ന് പറയാൻ കഴിയില്ല. കാരണം ആഗസ്റ്റ് 25-ാം തീയതി, ഈ മാസം 25-ാം തീയതി 30 വയസ്സ് കഴിഞ്ഞു. 30 വയസ്സ് എന്ന് പറയുന്നത് ഒരു ഗുസ്തി താരത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായമല്ല. 3 ഒളിമ്പിക്സുകൾ അവർ പങ്കെടുത്തു കഴിഞ്ഞു. പിന്നെ ഒരു കായിക താരത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസുമാണ്. ഏഷ്യൻ ഗെയിംസിൽ ചാമ്പ്യൻ ആയിരുന്നു, കോമൺവെൽത്ത് ഗെയിംസിൽ ചാമ്പ്യൻ ആയിരുന്നു, ലോക ചാമ്പ്യൻഷിപ്പില് മത്സരിച്ച് മെഡൽ നേടിയിട്ടുണ്ട്. ലോക 1-ാം റാങ്ക് താരവുമായിരുന്നു വിനേഷ്. അപ്പോ കരിയറിൽ നേടേണ്ട എല്ലാവിധത്തിലുള്ള എല്ലാ ചാമ്പ്യൻഷിപ്പുകളിലും എല്ലാ മത്സരവേദികളിലും ഒളിമ്പിക്സ് ഒഴികെ വിജയിക്കാൻ കഴിഞ്ഞ ഒരു കായിക താരമാണ്. 3 ഒളിമ്പിക്സുകളിൽ അവർ പങ്കെടുത്തു. 30-ാമത്തെ വയസ്സാകുന്നു. 34-ാമത്തെ വയസ്സിൽ പോയി മെഡൽ മേടിക്കാൻ കഴിയുമെന്ന് വിനേഷിന് ഒരിക്കലും തോന്നുന്നില്ല. നമുക്ക് വൈകാരികമായി തോന്നും 4 വർഷം കഴിഞ്ഞാൽ അടുത്ത ഒളിമ്പിക്സ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ 4 വർഷം കായികക്ഷമത നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിനേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം മുമ്പാണ് അവസാനമായിട്ട് പരിക്കേറ്റു അതിന് ചികിത്സകളും കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ചു വന്നത്. 2016 റിയോ ഒളിമ്പിക്സില് ക്വാർട്ടർ ഫൈനലില് അവരുടെ കാല് പോയതിനു ശേഷം പിന്നെ അവർക്ക് കളിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഘട്ടം വന്നതാണ്. പിന്നീട് ചികിത്സ നടത്തി തിരിച്ചു വന്നതാണ്. അപ്പൊ ശരിക്കും ഒരുപാട് പരിക്കുകൾ അനുഭവിച്ച ഒരു ശരീരമാണത്. ആ ഒരു ശരീരത്തിൽ നിന്ന് 4 വർഷം കൂടെ കാത്തിരിക്കാനുള്ള കായികക്ഷമത ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവ് ശരിക്കും വിനേഷിന് ഉണ്ടായത് കൊണ്ടാണ് വിനേഷ് ഇത് വിരമിക്കൽ പ്രഖ്യാപിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ഒളിമ്പിക്സോടുകൂടി വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഈ ഒളിമ്പിക്സിൽ മെഡൽ നേടാമെന്ന് വിനേഷ് സ്വപ്നം കണ്ടിരുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷെ അതിന് വിനേഷിന് അതൊരു തീർച്ച ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഫസ്റ്റ് റൗണ്ടിൽ സുസാക്കി എന്ന് പറയുന്ന ജാപ്പനീസ് താരം, ലോക 1-ാം നമ്പർ താരത്തെ അട്ടിമറിക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. അപ്പൊ ഒരുപക്ഷെ ഈ ഒളിമ്പിക്സിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ച വെച്ച് വിരമിക്കണം എന്ന് തന്നെയായിരുന്നു വിനേഷ് ആഗ്രഹിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സങ്കടകരമായ രീതി എന്ന് പറഞ്ഞാൽ മെഡലിന് തൊട്ടരികിലെത്തിയിട്ട് അത് ഏറ്റുവാങ്ങാനുള്ള യോഗമില്ലാതെ പോയി വിനേഷിന്. ആ ഒരു സങ്കടത്തിൽ നിന്നുകൊണ്ട് അവരിന്ന് വിരമിക്കൽ പ്രഖ്യാപനത്തില് അവർ എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഞാൻ തോറ്റുപോയി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം താങ്കൾ തന്നെ വിശേഷിപ്പിച്ചതുപോലെ നിർഭാഗ്യ നായിക അല്ലെങ്കിൽ നഷ്ടനായിക എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും അല്ലേ? അതെ, തീർച്ചയായും. അവർക്ക് ഒളിമ്പിക്സിലെ ഒരു മെഡൽ അത് അവരെ കരിയറിൽ അത് കിട്ടാൻ യോഗമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. നമുക്കറിയാം, കായിക രംഗം അങ്ങനെയൊക്കെയാണ്. എത്രയൊക്കെ മികച്ച താരമായാൽ പോലും ഒരു പ്രധാനപ്പെട്ട സമയത്ത് ആ സമയത്ത് മികവ് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുവരെയുള്ള കരിയറിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു നേട്ടങ്ങളും ഒക്കെ ആ ഒരു സങ്കടമായിട്ട് അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഗുസ്തി പോലെയുള്ള കായിക ഇനങ്ങൾ ഒരുപാട് കായികക്ഷമത വേണ്ടതാണ്. ആ കായികക്ഷമത നിലനിർത്താൻ 30 വയസ്സ് കഴിയുമ്പോഴേക്ക് അവർക്കൊരു പക്ഷേ 30 വയസ്സ് കഴിഞ്ഞാലും ഗുസ്തി പിടിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ലോക ചാമ്പ്യൻഷിപ്പുകളിലും ഏഷ്യൻ ഗെയിംസുകളിലും ഒളിമ്പിക് യോഗ്യതാ മത്സരങ്ങളിലും പിന്നീട് ഒളിമ്പിക്സിലും ഒക്കെ ആ ഒരു മികവ് നിലനിർത്താൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. വളരെ യാഥാർത്ഥ്യബോധത്തോടെയുള്ള തീരുമാനമാണെന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയും. ഒരു കായിക താരം എന്ന നിലയിൽ യാഥാർത്ഥ്യബോധത്തോടു കൂടി എടുത്ത തീരുമാനമാണ്. വിനേഷ് ഫോഗാട്ട് അവരുടെ 140 കോടി ഇന്ത്യൻ ജനതയുടെ പിന്തുണയോടുകൂടി അവരുടെ ആ ഒരു പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷത്തിലും അവരുടെ ആ ഒരു സങ്കടത്തിലും ഈ ഇത്രയും വലിയൊരു ജനത അതിനെ ഒരു ചർച്ച ചെയ്ത ഒരു സാഹചര്യത്തിലാണ് വിരമിക്കൽ തീരുമാനം കൂടി പ്രഖ്യാപിക്കുന്നത്. അവരുടെ കഴിവ് അല്ലെങ്കിൽ അവരുടെ കായിക രംഗത്തുള്ള അവരുടെ സമയം എന്തായി എന്നുള്ളത് കൃത്യമായ ഉള്ള തിരിച്ചറിവോടുകൂടി അവർ ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. യാഥാർത്ഥ്യബോധത്തോടുള്ള തീരുമാനം, വൈകാരികമായ തീരുമാനം എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. കാരണം
26-ാമത്തെ വയസ്സിൽ 2014 24-ാമത്തെ വയസ്സിൽ മെസ്സി ലോകകപ്പ് കിട്ടാതെ വന്നപ്പോൾ സങ്കടം കൊണ്ട് വിരമിച്ചു എന്ന് പറയുന്നത് പോലെ അല്ല വിനേഷ് ഫോഗാട്ട് 30-ാമത്തെ വയസ്സിൽ 3-ാമത്തെ ഒളിമ്പിക്സിൽ പങ്കെടുത്തതിന് ശേഷം ഇനി ഞാനില്ല എന്ന് പറയുന്നത്. ഒരു പ്രായോഗിക തീരുമാനം എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ അതിനെ കാണേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ശ്രീ അൻസാർ താങ്കൾ തന്നെ സൂചിപ്പിച്ച കാര്യമുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എത്രത്തോളം കഠിനാധ്വാനവും പോരാട്ട വീര്യവും കൊണ്ടാണ് ഇവിടം വരെ വിനേഷ് ഫോഗട്ട് എത്തി നിൽക്കുന്നത് എന്നുള്ളത്. തന്റെ കാറ്റഗറിക്ക് അപ്പുറം ഒരു 50 കിലോഗ്രാം എന്നുള്ള വിഭാഗത്തിൽ മത്സരിക്കേണ്ടി വന്ന ആ കായിക താരത്തിന്റെ മനക്കരുത്തിനെ കുറിച്ചും കഠിനാധ്വാനത്തെക്കുറിച്ചും നമ്മൾക്ക് ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗോൾഡൻ മെഡൽ ലഭിച്ചില്ല, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ മത്സരിക്കാൻ പോലും കഴിയാതെ പുറത്താകേണ്ടി വന്നെങ്കിൽ പോലും സെമി ഫൈനലിൽ അടക്കം വിനേഷ് കാഴ്ചവെച്ച ആധികാരികമായ വിജയം, പെർഫോമൻസ്, അതിനെ കൂടി നമ്മൾ ഓർത്തെടുക്കണം. അത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിനേഷ് വിജയി തന്നെയാണ്. ഗോൾഡൻ മെഡൽ നേടിത്തന്നെയാണ് വിനേഷ് രാജ്യത്തേക്ക് മടങ്ങിയെത്തുന്നത്. തീർച്ചയായും വിനേഷ് എന്ന് പറയുന്ന ഗുസ്തി താരത്തെ സംബന്ധിച്ചിടത്തോളം ഒളിമ്പിക്സ് മെഡല് കിട്ടിയതെന്നേ ഉള്ളൂ. പക്ഷേ വിനേഷിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ അതാണ്. അവരുടെ കരിയറിൽ അവർക്ക് നേടാനുള്ള എല്ലാ മെഡലുകളും ഒളിമ്പിക്സിലേക്ക് ഇത് ഒഴിച്ച് എല്ലാ തലത്തിലും ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, മറ്റ് ടൂർണമെന്റുകൾ, അതുപോലെ തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഇതിലെല്ലാം കഴിഞ്ഞ് 1-ാം റാങ്ക്, ഇതെല്ലാം നേടിക്കഴിഞ്ഞു. അവര് ഈ രംഗത്ത് ഏറ്റവും മികച്ച ഒരു പോരാളിയാണെന്ന് അവർ തെളിയിച്ചു. അവര് കരിയറിൽ പലതവണ ഒരു കായിക താരത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ആ ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ കരിയറിന്റെ പല ഘട്ടത്തിൽ പോലും വിനേഷിനെ അലട്ടിയിരുന്നു. കാരണം പരിക്കുകൾ ഉണ്ടാകുന്നു. ആ പരിക്കുകളിൽ നിന്നും ഓപ്പറേഷനുകൾ, ഇപ്പോ 1 വർഷം മുമ്പാണ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞത്. അപ്പോൾ ഓരോ തവണയും ശസ്ത്രക്രിയകൾ നടത്തി അതിൽ നിന്നുള്ള റിക്കവറി, ആ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ അറിയാം, ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ച് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പഴയതുപോലെ ആയി ഉണ്ടാവുന്ന ഒരു പാട്. അപ്പോൾ പഴയതിനേക്കാളും മികച്ച രീതിയിലേക്ക് ആവുകയാണ് വിനേഷ് ചെയ്യുന്നത്. അതും ശരീരഭാരത്തെ കുറച്ച് വെയിറ്റ് കുറച്ചും ഒക്കെ വേറൊരു വെയിറ്റ് കാറ്റഗറിയിലേക്ക് മാറിക്കൊണ്ട് ഒളിമ്പിക്സിന് പോകാൻ കാണിച്ച ഒരു മനക്കരുത്ത്, അതൊക്കെ ഒരു വലിയൊരു പോരാളിയാണ്. ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഏറ്റവും മികച്ച കായിക പ്രതിഭകളുടെ കൂട്ടത്തിൽ എഴുതി ചേർത്ത് വെച്ച് കഴിഞ്ഞു അവരുടെ പേര്. അവരുടെ പേരിന് ഒളിമ്പിക് മെഡൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒളിമ്പിക് മെഡൽ ഇല്ല എന്നുള്ളതിനേക്കാൾ എനിക്ക് പറയാൻ ഇഷ്ടം ഒളിമ്പിക് മെഡൽ അർഹയായിരുന്നു, കിട്ടിയില്ല എന്ന് മാത്രം വിശേഷിപ്പിക്കാനാണ് എനിക്ക് ആഗ്രഹം. അവർ ഒളിമ്പിക് മെഡൽ ഏറെക്കുറെ നേടിയതാണ്, പക്ഷെ കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് വിരമിക്കാൻ കഴിഞ്ഞത് അവരുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായി ചിന്തിക്കുക കൂടി ചെയ്യുമ്പോഴാണെങ്കിലും കരിയർ അവസാനിപ്പിക്കാൻ ഇത് ഏറ്റവും നല്ല സമയം തന്നെയാണ്. പ്രായോഗികമായി വൈകാരികമായി നല്ല സമയത്ത് തന്നെയാണ് അവരവരുടെ കരിയർ അവസാനിപ്പിച്ചതെന്ന് പറയേണ്ടിയിരിക്കും. അതോടൊപ്പം തന്നെ ശ്രീ അൻസാർ, ഏത് ഘട്ടത്തിൽ എവിടെയാണ് ഈ വീഴ്ച സംഭവിച്ചത് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ട സമയം കൂടിയാണ്. കഴിഞ്ഞ ദിവസം മുതൽ പ്രതിപക്ഷ പാർട്ടികളടക്കം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കോച്ചിനെയും സപ്പോർട്ടിംഗ് സ്റ്റാഫിനെതിരെയും ഒക്കെയാണ് ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അന്വേഷണവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഫെഡറേഷൻ, ഗുസ്തി ഫെഡറേഷൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? എവിടെയായിരിക്കാം ഈ പിഴവ് സംഭവിച്ചത്? വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വരെയും. ഇവരുടെ വിരമിക്കൽ പ്രഖ്യാപനം വരുന്നത് വരെയും അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ വിരമിക്കൽ പ്രഖ്യാപനം, ആ ട്വീറ്റ് നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അവർ പറഞ്ഞിരിക്കുന്നത് റെസ്ലിംഗ് ജയിച്ചു, ഞാൻ തോറ്റുപോയി എന്നാണ്. അപ്പോ ആർക്കാണ് പിഴവ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അതിനകത്ത് വ്യക്തമല്ലേ. തന്റെ ശരീരഭാരം കൃത്യമായിട്ട് 50 കിലോയിൽ ഒതുക്കി വെക്കണം എന്നുള്ളത് റെസ്ലിംഗിന്റെ നിയമമാണ്. ആ നിയമത്തിന് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല, ആ നിയമം പാലിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മീൻസ് അത് വിനേഷ് എന്ന് പറയുന്ന കായിക താരത്തിന് മാത്രമല്ല, വിനേഷ് എന്ന് പറയുന്ന കായിക താരത്തെ മത്സരിപ്പിക്കുന്ന വിനേഷിന്റെ കോച്ച്, വിനേഷിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, ഇവരുടെ എല്ലാം കൃത്യമായിട്ടുള്ള ഒരു പിഴവ് തന്നെയായിട്ട് ഇതിനെ പറയാൻ പറ്റൂ. അതല്ലാതെ ഇതിന് സംഘാടകരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പുറമേ നിന്നുള്ള ആരെങ്കിലും ചതിച്ചെന്നോ അങ്ങനെ ഒരു രീതിയിലേക്കൊന്നുമല്ല അവർ പറഞ്ഞത്. ആ നിയമങ്ങൾക്കനുസരിച്ച്, റെസ്ലിംഗിന്റെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് എനിക്ക്
പങ്കെടുക്കാൻ പറ്റിയില്ല, ഞാൻ തോറ്റുപോയി. റെസ്ലിംഗ് വിജയിച്ചു, ഞാൻ തോറ്റു. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു എന്ന് പറയുന്ന കണക്ക് ആണ് അവർ പറഞ്ഞത്. അതായത് അവരുടെ പിഴവുകൾ സമ്മതിക്കുന്ന രീതിയിലാണ്. ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 50 കിലോ വിഭാഗത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ ഒരു കായിക താരവും 50 കിലോയിലായിരിക്കും. 50 കിലോയിൽ ചിലപ്പോൾ 1-2 കിലോ കൂടുതലായിരിക്കാം. അത് മത്സരത്തിന് തൊട്ടു മുമ്പ് ആ ഭാരം ഷെഡ് ചെയ്ത് കളയാം എന്നുള്ള ആത്മവിശ്വാസമാണ് അവരെ ആ ഒരു രീതിയിലേക്ക് അങ്ങനെ ആ ഒരു ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം ശരീരഭാരം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശരീരഭാരം കൂടിയാലും കുഴപ്പമില്ല. അടുത്ത മത്സരത്തിന് തൊട്ട് മുമ്പ് പിറ്റേ ദിവസം ശരീരഭാരം കൊടുക്കുന്നത്. അപ്പോൾ ഈ വെയിറ്റ് ലോസ് ചെയ്യുക എന്ന് പറയുന്നത് ഇവരെ കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു റൊട്ടീനാണ്. അത് പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ശരീരഭാരം കുറയ്ക്കുന്നത് കണക്കല്ല. അവർ എല്ലാ മത്സരങ്ങൾക്ക് മുമ്പും കൃത്യമായിട്ട് 2 ദിവസം മുമ്പ് ട്രെയിനിങ് ചെയ്ത് 1 കിലോ അല്ലെങ്കിൽ 1.5 കിലോ 2 കിലോ അനുസരിച്ചുള്ള ട്രെയിനിങ് ചെയ്ത് കുറയ്ക്കും. പക്ഷേ ഇവ ഒന്നുകിൽ ആ ശരീരഭാരം അത്ര കൂടും എന്നുള്ള ഒരു കണക്കൂട്ടൽ അനുസരിച്ച് അല്ല അവർക്ക് ഭക്ഷണം നൽകിയിരുന്നത്, അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിച്ചാലും ഇത്ര കുറയ്ക്കാൻ കഴിയും എന്നുള്ള അവരുടെ ഒരു കണക്കൂട്ടലിനനുസരിച്ചുള്ള വർക്കൗട്ടിന്റെ ഫലം കണ്ടില്ല. അതിന് ഒരുപക്ഷെ അവരുടെ മാനസിക നില, ശാരീരിക നില ഇതൊക്കെ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ എന്താണ് എന്നുള്ളത് അവിടെ സംഭവിച്ചു എന്നുള്ളത് പറയാനുള്ള ആദ്യത്തെ വ്യക്തി വിനേഷ് ഫോഗട്ടിന്റെ കോച്ചുമാണ്. അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം ഇവരെ തന്നെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും അന്വേഷണം വരുന്നത്. ഇവരുടെ മൊഴിയാണല്ലോ ആദ്യം എടുക്കേണ്ടത്. എന്ത് സംഭവിച്ചു എന്ന് ഇവര് പറയണം. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടും. ശ്രീ അൻസാറെ, വിനേഷിനെ സംബന്ധിച്ച് ഈ 50 കിലോഗ്രാമിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമായിരുന്നു? 50 കിലോയിൽ ഒതുക്കി നിൽക്കുക എന്ന് പറയുന്നതിന്റെ വെല്ലുവിളി, വിനേഷിന്റെ ശരീരത്തിന്റെ ഉയരം 159 സെന്റിമീറ്റർ ആണ്. 159 സെന്റിമീറ്റർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 50 കിലോ ബോഡി മാസ് ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊരു നോർമലിന്റെ ബ്രിമ്മിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരഭാരം ഒരു ശാരീരികമായിട്ടുള്ള ഉപാപചയ പ്രവർത്തനങ്ങളും ഒക്കെ ഒരു നോർമൽ മനുഷ്യന് നടക്കണമെങ്കിൽ അവർക്കൊരു 50 കിലോയ്ക്ക് മേളിൽ എന്തായാലും ഉണ്ടായിരിക്കണം. അതൊരു കായിക താരത്തെ പോലെ ഇത്രയും വർക്കൗട്ട് ചെയ്യുന്ന, ഇത്രയും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന, ഇത്രയും കായികക്ഷമത, എൻഡുറൻസ് ഒക്കെ വേണ്ട ഒരാൾക്ക് ഈ നല്ല ഭക്ഷണം കഴിക്കേണ്ടി വരും. ഈ നല്ല ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ശരീരത്തിൽ ആ ഭക്ഷണം അബ്സോർബ് ചെയ്യുമ്പോൾ അത് വെയിറ്റ് സ്വാഭാവികമായിട്ട് കൂടും. ആ വെയിറ്റ് കുറയ്ക്കാൻ ട്രെയിനിങ് നടത്തും, എക്സർസൈസ് ചെയ്യും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം 53 കിലോ ഐഡിയൽ ആയിരുന്നു. അവരുടെ പൊക്കത്തിനൊക്കെ അനുസരിച്ച് 53 കിലോ ഒരു ഐഡിയൽ വെയിറ്റ് ആയിരുന്നു. കാരണം 55-56 കിലോ വരെ പോയാലും 3 കിലോ 2 കിലോ ഒക്കെ മത്സര സമയത്തേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചിട്ട് ആ മത്സരത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് 53 കിലോ ഐഡിയൽ ആയിരുന്നു. പക്ഷേ ഈ 53 കിലോയില് ഇന്ത്യയിൽ നിന്നും അന്തിം പങ്കൽ എന്ന് പറയുന്ന കുട്ടി ഒളിമ്പിക്സിന് യോഗ്യത നേടി. ഈ അന്തിം പങ്കൽ എന്ന് പറയുന്ന കുട്ടി 53 കിലോയിൽ നിന്ന് മാറ്റാൻ കഴിയില്ലല്ലോ. കാരണം ഒരാൾ ഒരു വെയിറ്റ് കാറ്റഗറിയിൽ ഒളിമ്പിക്സ് യോഗ്യതയൊക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതിന് പോകാനുള്ള അവസരം കൊടുക്കണമല്ലോ. ഒന്നുമല്ല, അന്തിം പങ്കൽ എന്ന് പറയുന്ന കുട്ടിയാണ് ഏഷ്യൻ ഗെയിംസിന് ഇക്കഴിഞ്ഞ ഹാൻജോ ഏഷ്യൻ ഗെയിംസിന് വിനേഷ് ഫോഗട്ടിന് പിന്നെ സമര സമയത്ത് അവര് സമരം ഇരുന്നതുകൊണ്ട് അവർക്ക് ഏഷ്യൻ ഗെയിംസിന് സെലക്ഷൻ ട്രയൽസ് കൂടാതെ ഓപ്പൺ ആയിട്ട് നിങ്ങൾ അവസരം കൊടുത്തു. രാഷ്ട്രീയ ശരികൾ ഭയന്നിട്ട് റെസ്ലിംഗ് ഫെഡറേഷൻ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏഷ്യൻ ഗെയിംസിന് പോകാൻ പറഞ്ഞു. അപ്പം ആ ഒരു സമയത്ത് വിനേഷ് ഫോഗട്ടിനെതിരെ കോടതിയിൽ പോയ കുട്ടിയാണ് അന്തിം പങ്കൽ. ഡൽഹി ഹൈക്കോടതി പോയ കുട്ടിയാണ്. അവർക്ക് ഫേവർ ചെയ്യുന്നു, അവർക്ക് സെലക്ഷൻ ട്രയൽസ് ഇല്ലാതെ ഏഷ്യൻ ഗെയിംസിന് വിട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞ് പോയ കുട്ടിയാണ് അന്തിം പങ്കൽ. ആ അന്തിം പങ്കൽ 53 കിലോയിൽ നിന്നും മാറി 50 കിലോയിലേക്ക് മത്സരിക്കാൻ ഒരു ചാൻസ് വിനേഷിന് കൊടുക്കില്ല എന്നുള്ള തിരിച്ചറിവാണ് വിനേഷ് 50 കിലോയിലേക്ക് മാറിയത്. പക്ഷെ അതിനേക്കാൾ നല്ലത് 57 കിലോയിലേക്ക് മുകളിലേക്ക് മാറി മത്സരിക്കുന്നതായിരുന്നു. പക്ഷെ ആ മുകളിലേക്ക് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, അവിടെ നേരിടേണ്ടി വരുന്ന എതിരാളികളെ ഒക്കെ അല്ലെങ്കിൽ അതിൽ യോഗ്യത കിട്ടുന്നതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് ഇവരെ ഈ 50 കിലോയിലേക്ക് മാറാൻ ആ ഒരു 50 കിലോയിലേക്ക് മാറാമെന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഗുസ്തി രംഗത്തുള്ളവർ പറയുന്നതും. കാരണം ഇവർ 57 കിലോയിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല. 57 കിലോയിലേക്ക് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വെയിറ്റ് കൂടുതലുള്ളവരോട് മത്സരിക്കുമ്പോൾ ചിലപ്പോൾ അതൊരു തിരിച്ചടിയായിട്ട് മാറും.
ഇവര് 48 കിലോയിലാണ് കരിയർ തുടങ്ങിയത്. 50 കിലോയിൽ ഒരു ഒളിമ്പിക്സിൽ മത്സരിച്ചിട്ടുണ്ട്, 48 കിലോയിൽ ഒരു ഒളിമ്പിക്സിൽ മത്സരിച്ചിട്ടുണ്ട്. ഇല്ല, 48 കിലോയില് 50 കിലോയിലാണ് ആദ്യത്തെ ഒളിമ്പിക്സ് മത്സരിക്കുന്നത്, 53 കിലോയിലാണ് രണ്ടാമത്തെ ഒളിമ്പിക്സ് മത്സരിക്കുന്നത്. അപ്പം ഇവർക്ക് പരിചയമുള്ള ഒരു ഏജ് ഒരു വെയിറ്റ് കാറ്റഗറി. കാരണം വെയിറ്റിനനുസരിച്ചിട്ട് കളിക്കാരുടെ കഴിവിലും പിന്നെ അവരുടെ ശക്തിയിലും ഒക്കെ വ്യത്യാസം വരുമല്ലോ. അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് 53 എന്തായാലും കിട്ടില്ല. അപ്പൊ 50-ൽ മത്സരിക്കാം എന്നുള്ള ആ ഒരു തീരുമാനമെടുത്ത് മത്സരിക്കണം, ഒളിമ്പിക്സിൽ പോകണം എന്നുള്ള ആ ഒരു വളരെ വലിയൊരു ശക്തമായ നിശ്ചയദാർഢ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് 53-ൽ നിന്നും 50-ലേക്ക് വന്നത്. ആ 50 കിലോയിൽ അവര് ഒളിമ്പിക്സിൽ 3 റൗണ്ട് വിജയിക്കുക എന്ന് പറയുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം മെഡല്. അതെ, അത് ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. ആ വെല്ലുവിളിയെ വിജയകരമായി അവര് നേരിട്ടു. ഈ ഒളിമ്പിക്സിൽ പരാജയപ്പെട്ടല്ല. തീർച്ചയായും വളരെ നന്ദി ശ്രീ അൻസാർ.